രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതി അതീവ ഗൗരവമുള്ളതായിരുന്നു. അതിൽ തെളിവുകളായി ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്നാൽ രണ്ടാമത്തെ പരാതിയിൽ ചില സംശയങ്ങൾ. കോടതിക്ക് പോലും തോന്നി ആ പൊരുത്തക്കേട്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി പോലീസിൽ പരാതി നൽകാതെ KPCCക്ക് പരാതി നൽകിയതിലും 2 വർഷത്തിലധികം സംഭവം മൂടി വെച്ചതിലുമാണ് കോടതിക്ക് സംശയം. പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ പറയുന്നു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഉപാധികളോടെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കണമെന്നും എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമെന്നുമാണ് നിർദ്ദേശം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് മുൻകൂർ ജാമ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറയാണ് ഹർജി പരിഗണിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേട്ടത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് രണ്ടാമത്തെ കേസ്. യുവതി KPCC പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. DGP കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസിന് ലഭിച്ചിരുന്നില്ല. ഇതിനുശേഷമാണ് IG പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്. പോലീസുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും സൗകര്യവും ഉണ്ടായിരിക്കെ പരാതിക്കാരി KPCC പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ച് പരാതി പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രതിഭാഗവാദം. പരാതിയിൽ ഒരിടത്തും പരാതിക്കാരിയുടെ പേരോ പീഡനം നടന്നു എന്നാരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിൽ നിന്ന് പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണെന്ന് വ്യക്തമാണെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ പരാതി യാഥാർത്ഥ്യമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പരാതിക്കാരി വ്യക്തമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നാണ് യുവതിയുടെ മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചത്. സംസാരിക്കാനെന്ന് പറഞ്ഞാണ് ഹോംസ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് യുവതി നൽകിയ മൊഴി സീൽ വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.